അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ, ഉമ്മമാരെ, ഉപ്പമാരെ, പവിത്രതകളേറെ നിറഞ്ഞ വിശുദ്ധമായ റമളാൻ, ആ റമളാനിൻ്റെ ആദ്യത്തെ 10 റഹ്മത്തിൻ്റെ 10 നമ്മളോട് വിട പറഞ്ഞു. നമ്മളെല്ലാവരും ഉള്ളത് പരിപാവനമായ പവിത്രതകളേറെ നിറഞ്ഞ റമളാനിൻ്റെ രണ്ടാമത്തെ 10ലേക്ക് നമ്മളിതാ കടന്നിരിക്കുകയാണ്. ഇന്ന് 11ാമത്തെ രാവ് ഇതാ നമ്മളിലേക്ക് വന്നു. 11ാമത്തെ രാവിലാണുള്ളത്. നാളെ പകൽ 11ാമത്തെ നോമ്പ് നമ്മൾ അനുഷ്ഠിക്കുകയാണ്. 11ാമത്തെ ദിനമാണ് വിശുദ്ധമായ റമളാൻ. ആ റമളാനിനെ നമ്മൾ 3ആയിട്ട് തിരിക്കുന്നു. റഹ്മത്തിൻ്റെ 10, മഗ്ഫിറത്തിൻ്റെ 10, നരകമോചനത്തിൻ്റെ, സ്വർഗപ്രവേശനത്തിൻ്റെ 10 ദിനങ്ങൾ. ആ റഹ്മത്തിൻ്റെ 10 ദിനങ്ങൾ നമ്മളോട് വിട പറഞ്ഞു. അള്ളാഹുവെ, പടച്ചവനെ, ഞങ്ങൾ ഒരുപാട് വട്ടം നിന്നോട് നിന്റെ കരുണയെ ഞങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അല്ലാഹുമ്മർഹംനി യാ അർഹമർ റാഹിമീൻ എന്ന് ഞങ്ങൾ ഒരുപാട് വട്ടം പറഞ്ഞിട്ടുണ്ട്, ദുആ ചെയ്തിട്ടുണ്ട്. അള്ളാഹുവെ, നീ സ്വീകരിക്കണേ റഹ്മാനെ. നിന്റെ കരുണ ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതത്തിൽ, ഞങ്ങളുടെ മരണത്തിൽ, അതുപോലെ ഞങ്ങളുടെ കച്ചവടത്തിൽ, ഞങ്ങളുടെ കുടുംബത്തിൽ, ഞങ്ങളുടെ മക്കളിൽ എല്ലാത്തിലും നീ തരണേ അല്ലാഹ്. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹു തആല ഈ 10 ദിവസത്തെയും നമ്മുടെ നോമ്പ്, നമ്മുടെ മറ്റ് ഇബാദത്തുകൾ എല്ലാം അല്ലാഹു തആല പരിപൂർണമായി ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ളവരെ, നമ്മളെല്ലാവരും ഉള്ളത് പവിത്രതകളേറെ നിറഞ്ഞ മഗ്ഫിറത്തിൻ്റെ 10ലാണ്. അല്ലാഹു തആലയുടെ അടുക്കൽ നിന്നും പാപങ്ങൾ നമുക്ക് മോചിപ്പിച്ചെടുക്കാൻ, അതായത് നമ്മൾ ചെയ്തു പോയ തെറ്റുകൾ അല്ലാഹു തആല പുറത്തു തരുമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്ത് ചെയ്യണം? അള്ളാഹിനോട് ചോദിക്കണം. ഇൻഷാ അല്ലാ നമ്മുടെ പാപങ്ങൾ പൊറുക്കാൻ എങ്ങനെയാണ് നമ്മൾ അള്ളാഹുവിനോട് തേടേണ്ടത്? ഇൻഷാ അല്ലാ ഇന്നു മുതൽ നമ്മുടെ പാപങ്ങളെല്ലാം കരിച്ചു കളയുന്ന, ഇല്ലാതാക്കി കളയുന്ന ഒരുപാട് ദിക്റുകളുണ്ട്, സ്വലാത്തുകളുണ്ട്, തസ്ബീഹുകളുണ്ട്, ഒരുപാട് വിശുദ്ധമായ ഖുർആനിലെ ദുആകളുണ്ട്. അതെല്ലാം പറഞ്ഞ് നമുക്ക് ഇൻഷാ അല്ലാ ഈ റമളാനിൽ നമ്മുടെ എല്ലാ തെറ്റുകളും, അറിഞ്ഞും അറിയാതെയും ചെറുതും വലുതുമായി ചെയ്ത എല്ലാ തെറ്റുകളും അള്ളാഹുവിലേക്ക് ഏറ്റുപറഞ്ഞ് നമുക്ക് പൊറുപ്പിച്ചെടുക്കാം ഇൻഷാ അല്ലാ. അല്ലാഹു തആല നമ്മുടെ സദസ്സിനെ സ്വീകരിക്കുമാറാവട്ടെ. ഇനി മുതൽ നമ്മൾ പറയുന്നത് അല്ലാഹുമ്മ ഗ്ഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ. അല്ലാഹുവേ, ലോകങ്ങളുടെ രക്ഷിതാവായ അല്ലാഹ്, എൻ്റെ പാപങ്ങൾ നീ പുറത്തു തരണേ എന്നുള്ള അർത്ഥം വരുന്ന ആ ദുആയാണ് നമ്മൾ ഇനി മുതൽ അധികരിപ്പിക്കേണ്ടത്. ഇൻഷാ അല്ലാ നമ്മൾ ആ ദിക്റിലേക്ക് കടക്കുകയാണ്. ഒരുപാട് ആളുകൾ നമ്മളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഈ വൈകുന്നേരത്തെ ദിക്റിൻ്റെ മജ്ലിസിൽ എത്രയോ ആളുകൾ, ലക്ഷക്കണക്കിന് ആളുകളാണ് പങ്കെടുക്കുന്നത്. ഓരോ ദിക്റിൻ്റെ മജ്ലിസിലും ഒരുപാട് ആളുകൾ, ഒരുപാട് ഉമ്മമാരും ഉപ്പമാരൊക്കെ ദുആ കൊണ്ട് വസിയത്ത് പറയാറുണ്ട്. എല്ലാവർക്കും വേണ്ടി നമ്മൾ ദുആ രക്കുന്നുണ്ട്. അല്ലാഹു തആല ആരൊക്കെ നമ്മളോട് ദുആ കൊണ്ട് വസിയത്ത് പറഞ്ഞു, പറയാത്ത ആളുകളുണ്ടാകും. എല്ലാവർക്കും അല്ലാഹു തആല എല്ലാവിധത്തിലുള്ള ഖൈറുകളും ബറക്കത്തുകളും ജീവിതത്തിൽ കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മൾ നേരെ ദിക്റിലേക്ക് കടക്കുകയാണ്. അല്ലാഹു തആല നമ്മുടെ സദസ്സിനെ സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വിശുദ്ധ റമളാനിൻ്റെ 1 മുതൽ 30 വരെയുള്ള എല്ലാ ദിവസവും നമ്മൾ എല്ലാ സമയത്തും പറയൽ, പ്രത്യേകം നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട, പ്രത്യേകമായി പറയേണ്ട, പറഞ്ഞാൽ ഒരുപാട് പ്രതിഫലം നമുക്ക് കിട്ടുന്ന ഒരു പുണ്യമായ ദിക്ർ 4 കാര്യങ്ങളാണ് ചോദിക്കുന്നത്, അല്ലേ? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനക്കർഹൻ അല്ലാഹു നീയല്ലാതെ മറ്റാരുമില്ല. അസ്തഗ്ഫിറുല്ലാഹ്, പടച്ചവനെ ചെയ്തു പോയ തെറ്റുകൾ പുറത്തു തരണേ അല്ലാഹ്. അസ്അലുക്കൽ ജന്ന, സ്വർഗത്തിൽ കടത്തണേ അല്ലാഹ്, സ്വർഗം ഞാൻ ചോദിക്കുന്നു. വഅഊദു ബിക മിനന്നാർ, നരകത്തിൽ നിന്ന് മോചനം തരണേ അല്ലാഹ്. 4 കാര്യം. ഈ 4 കാര്യവും എപ്പോഴും ചോദിക്കണം. നമുക്കൊന്ന് ചോദിച്ചാലോ? ആത്മാർത്ഥമായിട്ട് പറഞ്ഞോ. സ്വർഗം മുന്നിൽ കണ്ട്, നരകം മുന്നിൽ കണ്ട് അല്ലാഹു ആ സ്വർഗത്തിലേക്ക് കടത്തണം, ആ നരകത്തിൽ നിന്നുള്ള മോചനം തരണം എന്ന് മനസ്സിൽ കരുതി പറയാം. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അഷ്ഹദു അല്ലാ ഇലാഹ
illallah astaghfirullah as'alukal jannata wa a'udhu bika minan nar ashhadu an la ilaha illallah astaghfirullah as'alukal jannata wa a'udhu bika minan nar ashhadu an la ilaha illallah astaghfirullah as'alukal jannata wa a'udhu bika minan nar ashhadu an la ilaha illallah astaghfirullah as'alukal jannata wa a'udhu bika minan nar ashhadu an la ilaha illallah astaghfirullah as'alukal jannata wa a'udhu bika minan nar ashhadu an la ilaha illallah astaghfirullah as'alukal jannata wa a'udhu bika minan nar ashhadu an la ilaha illallah astaghfirullah as'alukal jannata wa a'udhu bika minan nar ashhadu an la ilaha illallah astaghfirullah as'alukal jannata wa a'udhu bika minan nar ashhadu an la ilaha illallah astaghfirullah as'alukal jannata wa a'udhu bika minan nar ashhadu an la ilaha illallah astaghfirullah as'alukal jannata wa a'udhu bika minan nar ashhadu an la ilaha illallah astaghfirullah as'alukal jannata wa a'udhu bika minan nar ashhadu an la ilaha illallah astaghfirullah as'alukal jannata wa a'udhu bika minan nar ashhadu an la ilaha illallah astaghfirullah as'alukal jannata wa a'udhu bika minan nar ashhadu an la ilaha illallah astaghfirullah as'alukal jannata wa a'udhu bika minan nar ashhadu an la ilaha illallah astaghfirullah as'alukal jannata wa a'udhu bika minan nar. റമളാനിന്റെ രണ്ടാമത്തെ പത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പറയേണ്ട പ്രധാനപ്പെട്ട ഒരു ദുആയാണ്, ഒരു ദിക്റാണ് അല്ലാഹുമ്മ ഗ്ഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ. ലോകങ്ങളുടെ രക്ഷിതാവായ അല്ലാഹ് എൻ്റെ പാപങ്ങൾ നീ പുറത്തു തരണേ. അത് വല്ലാത്തൊരു അടിമ ചോദിക്കുന്ന, താണ് കേണ് ചോദിക്കുന്ന ഒരു ദുആയാണ്. ഇൻഷാ അല്ലാഹ് നമ്മൾ ഇപ്പോൾ ഈ ദിക്റിൻ്റെ മജ്‌ലിസിൽ മാത്രമല്ല, നിങ്ങൾ നിസ്കാരം കഴിഞ്ഞും അതല്ലാതെ ഫ്രീ ആകുന്ന ഏത് ടൈമിലും ഈ ദുആ നമ്മൾ അധികരിപ്പിക്കണം, മറന്നു പോകരുത്. اللهم اغفر لي ذنوبي يا رب العالمين 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 اللهم اغفر
لي ذنوبي يا رب العالمين اللهم اغفر لي ذنوبي يا رب العالمين اللهم اغفر لي ذنوبي يا رب العالمين اللهم اغفر لي ذنوبي يا رب العالمين اللهم اغفر لي ذنوبي يا رب العالمين اللهم اغفر لي ذنوبي يا رب العالمين اللهم اغفر لي ذنوبي يا رب العالمين اللهم اغفر لي ذنوبي يا رب العالمين اللهم اغفر لي ذنوبي يا رب العالمين اللهم اغفر لي ذنوبي يا رب العالمين اللهم اغفر لي ذنوبي يا رب العالمين اللهم اغفر لي ذنوبي يا رب العالمين اللهم اغفر لي ذنوبي يا رب العالمين اللهم اغفر لي ذنوبي يا رب العالمين. വിശുദ്ധമായ റമളാനിൽ നമ്മൾ എപ്പോഴും ചോദിക്കുന്ന ഒരു ദുആയുണ്ട്. അല്ലാഹുവേ, റമളാൻ ഞങ്ങൾക്ക് അനുകൂലമായ സാക്ഷിയാക്കണം. റമളാൻ നമ്മളോട് സലാം പറഞ്ഞു പോയി അള്ളാഹിൻ്റെ അടുക്കൽ ചെല്ലുമ്പോൾ രണ്ട് രൂപത്തിലാണ് നമ്മളെപ്പറ്റി പറയുക. ഒന്ന് അനുകൂലമായി പറയും, രണ്ട് പ്രതികൂലമായി പറയും. എങ്ങനെയാണ് പ്രതികൂലമായി പറയുന്നത്? പടച്ചോനെ, ഞാൻ അവൻ്റെ അടുക്കൽ 30 ദിവസം ഉണ്ടായിരുന്നു, അവൻ എന്നെ മൈൻഡ് ചെയ്തില്ല. അവൻ നോമ്പൊക്കെ പിടിക്കുന്നുണ്ട്, പക്ഷെ അവൻ സൂക്ഷ്മതയില്ലാത്തവനാണ്. കണ്ണ് സൂക്ഷിച്ചില്ല, കാത് സൂക്ഷിച്ചില്ല, നിസ്കാരത്തിൽ വേണ്ട ശ്രദ്ധയില്ല. അതുപോലെ നോമ്പ് പിടിക്കുമ്പോൾ നോമ്പിൻ്റെ മുറിയുന്ന കാര്യങ്ങളൊക്കെ പലതും അവൻ ചെയ്തു പോയി. അങ്ങനെ നമ്മളെപ്പറ്റി പ്രതികൂലമായി പറയും. അതുണ്ടാവരുത്. എപ്പോഴും അനുകൂലമായി പറയുന്ന, അല്ലാഹുവേ, അവൻ എന്നെ സ്വീകരിച്ചു, അവൻ എന്നെ ഉപയോഗപ്പെടുത്തി, അവൻ ഒരുപാട് ദിക്റുകൾ പറഞ്ഞു, തസ്ബീഹുകൾ പറഞ്ഞു, അവൻ ഒരുപാട് നിസ്കരിച്ചു, സുന്നത്ത് നിസ്കരിച്ചു, ഖുർആൻ ഓതി എന്നൊക്കെ നമ്മളെപ്പറ്റി അനുകൂലമായി പറയണം. അപ്പോൾ നമ്മൾ നല്ല കാര്യം ചെയ്യുന്നതോടൊപ്പം തന്നെ അതിനു വേണ്ടി ദുആ ചെയ്യണം. എങ്ങനെയാണ് ദുആ ഇറക്കേണ്ടത്? അല്ലാഹുവേ, പടച്ചവനെ, ആ ദുആ നമ്മൾ പറയാറുണ്ട്. ആ ദുആൻ്റെ അർത്ഥം ഇങ്ങനെയാണ്: അല്ലാഹുവേ, ഈ മാസം ഞങ്ങൾക്ക് നീ അനുകൂലമായ സാക്ഷിയാക്കണം, പ്രതികൂലമായ സാക്ഷിയാക്കരുത്. ഞങ്ങൾക്ക് ഷാഹിദാക്കണം, അല്ലേ, നല്ല സാക്ഷിയാക്കണം. അതുപോലെ നല്ല തെളിവാക്കണം, മോശപ്പെട്ട തെളിവാക്കരുത് എന്ന് പറയുന്ന ദുആ. ആ ദുആ ഇൻഷാ അല്ലാഹ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. എല്ലാവരും ഒന്നിച്ച് പറഞ്ഞോ: اللهم اجعل هذا الشهر العظيم رمضان شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا اللهم اجعل هذا الشهر العظيم رمضان شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا اللهم اجعل هذا الشهر العظيم رمضان شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا اللهم اجعل هذا الشهر العظيم رمضان شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا اللهم اجعل هذا الشهر العظيم رمضان شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا اللهم اجعل هذا الشهر العظيم رمضان شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا اللهم اجعل هذا الشهر العظيم رمضان شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا اللهم اجعل هذا الشهر العظيم رمضان شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا اللهم اجعل هذا الشهر العظيم رمضان شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا اللهم اجعل هذا الشهر العظيم رمضان شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا اللهم اجعل هذا الشهر العظيم رمضان شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا اللهم اجعل هذا الشهر العظيم رمضان شاهدا لنا لا شاهدا علينا واجعله
حجة لنا لا حجة علينا اللهم اجعل هذا الشهر العظيم رمضان شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا اللهم اجعل هذا الشهر العظيم رمضان شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا. പരിശുദ്ധമായ റമളാനിൻ്റെ രണ്ടാമത്തെ പത്തിലാണുള്ളത്. മഗ്ഫിറത്തിൻ്റെ പത്താണ്, പാപമോചനത്തിൻ്റെ പത്താണ്. പാപങ്ങൾ പൊറുപ്പിക്കാൻ അള്ളാഹു ഒരുപാട് വഴി നമുക്ക് തുറന്നു തന്നിട്ടുണ്ട്. നിസ്കാരം കൃത്യമാക്കുക, പാപം പുറത്തു കിട്ടും. അതുപോലെ ഖുർആൻ ഓതുന്ന സമയത്തൊക്കെ നമ്മുടെ പാപങ്ങൾ പുറത്തുകൊണ്ടിരിക്കും. സ്വതക്ക കൊടുക്കുന്ന സമയത്ത് പാപങ്ങൾ പുറത്തുകൊണ്ടിരിക്കും. നല്ലതുപോലെ ദുആ ചെയ്യുന്ന സമയത്ത് നമ്മുടെ പാപങ്ങൾ പുറത്തുകൊണ്ടിരിക്കും. അതോടൊപ്പം തന്നെ പാപം പൊറുക്കണേ എന്ന് നമ്മൾ അള്ളാഹിനോട് പ്രത്യേകമായി പറയുമ്പോൾ അത് ദിക്റിലൂടെയാവട്ടെ, തസ്ബീഹിലൂടെയാവട്ടെ, ദുആയിലൂടെയാവട്ടെ, അങ്ങനെയും നമ്മുടെ പാപങ്ങൾ പൊറുക്കും. അപ്പോൾ പാപങ്ങൾ പൊറുക്കാൻ ഏറ്റവും നല്ല വഴി ഇസ്തിഗ്ഫാർ പറയലാണ്. ഇസ്തിഗ്ഫാർ രണ്ട് മൂന്നൊന്നല്ല, ഒരുപാട് ഇനമുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് ആ ഇസ്തിഗ്ഫാറിൻ്റെ പല ഇനങ്ങളുണ്ട്. എല്ലാ ഇസ്തിഗ്ഫാറും നമുക്ക് പറയാൻ പറ്റില്ലെങ്കിലും കുറച്ച് ഇസ്തിഗ്ഫാർ, വ്യത്യസ്തമായ ലഫ്ളുകളുള്ള വാക്യങ്ങളുള്ള പല ഇസ്തിഗ്ഫാറും നമുക്ക് മഹത്തുക്കൾ പഠിപ്പിച്ചിട്ടുണ്ട്. അത് നമുക്ക് പറയാം. ഏത് ഇസ്തിഗ്ഫാറാണ് പടച്ചോൻ സ്വീകരിക്കാമെന്ന് പറയാൻ പറ്റില്ലല്ലോ. എങ്ങനെയെങ്കിലും നമ്മുടെ പാപങ്ങളൊക്കെ ഒന്ന് പൊറുപ്പിച്ചെടുക്കണം ഇൻഷാ അല്ലാഹ്. അപ്പോൾ അതിന് നമുക്ക് 2-3 ഇസ്തിഗ്ഫാർ പറയാം. ആദ്യം പറയുന്നത് അള്ളാഹുവിൻ്റെ യാദൽ ജലാലി വൽ ഇക്റാം എന്നുള്ള അള്ളാഹുവിൻ്റെ ഇസ്മ ചേർത്തിട്ട് പറയുന്ന ഇസ്തിഗ്ഫാറാണ്. അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അള്ളാഹുവെ എൻ്റെ പാപങ്ങൾ പുറത്തു തരണേ എന്നാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് ആ ഒരു ഇസ്തിഗ്ഫാർ ആദ്യം പറഞ്ഞോ. അസ്തഗ്ഫിറുല്ലാഹൽ അലീം യാദൽ ജലാലി വൽ ഇക്റാം അസ്തഗ്ഫിറുല്ലാഹൽ അലീം യാദൽ ജലാലി വൽ ഇക്റാം അസ്തഗ്ഫിറുല്ലാഹൽ അലീം യാദൽ ജലാലി വൽ إكرام أستغفر الله العظيم يا ذا الجلال والإكرام 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 أستغفر الله العظيم
العظيم يا ذا الجلال والإكرام أستغفر الله 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 العظيم يا ذا الجلال والإكرام. പ്രിയമുള്ള ഉമ്മമാരെ, നമ്മൾ ഈ ദിക്റിൻ്റെ മജ്‌ലിസിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരു കാര്യം സൂചിപ്പിക്കുകയാണ്. നമ്മുടെ നോമ്പിൻ്റെ നിയ്യത്ത് മറന്നു പോകരുതേ. നമ്മളത് എപ്പോഴാണ് വെക്കേണ്ടത്, എങ്ങനെയാണെന്നൊക്കെ വിശദമായി കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞതാണ്, അങ്ങോട്ട് കിടക്കുന്നില്ല. നോമ്പിൻ്റെ നിയ്യത്ത് നാളെ സുബഹിക്ക് മുമ്പെങ്കിലും നമ്മൾ വെച്ചിരിക്കണം കേട്ടോ. അപ്പോൾ നിയ്യത്തിൻ്റെ കാര്യം മറന്നു പോകരുത്. അത് ഇടയിലൊന്ന് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം. ഇപ്പം തന്നെ വേണമെങ്കിൽ നിങ്ങൾ നിയ്യത്ത് വെച്ചോ കേട്ടോ. നാളത്തെ നോമ്പിന് ഇപ്പം തന്നെ നിയ്യത്ത് വെച്ചോ. പിന്നെ ഈ ഉസ്താദെ, നിങ്ങളിങ്ങനെ ഈ ദിക്റ് പറയുമ്പോൾ ഒക്കെ ഇങ്ങനെ കൈ ഇങ്ങനെ ഉയർത്തുന്നുണ്ട്. ഞങ്ങളിങ്ങനെ കൈ ഉയർത്തണോ? ഞങ്ങൾ ഒരുപാട് ജോലിയൊക്കെ ആയിരിക്കും. ആ ജോലി തിരക്കിൻ്റെ ഇടയിൽ ഇങ്ങനെ കൈ ഉയർത്തണോ? വേണമെന്നില്ല. ഇത് നമ്മൾ ആ ഒരു ആത്മാർത്ഥത കിട്ടാൻ വേണ്ടി നമ്മളിങ്ങനെ കൈ ഉയർത്തി ദ്വാരക്കുന്നു, ദിക്റ് ചൊല്ലുന്നു. നിങ്ങൾക്ക് കൈ ഉയർത്തിയിട്ട് അങ്ങനെ ദ്വാരക്കാൻ പറ്റിയാൽ, അങ്ങനെ ദിക്റ് ചൊല്ലാൻ പറ്റിയാൽ ഖൈറാണ്. ഇല്ലെങ്കിൽ പ്രയാസമൊന്നുമില്ല, അങ്ങനെ പ്രശ്നമൊന്നുമില്ല. നിങ്ങളിപ്പോൾ ജോലി ചെയ്യുന്നു, പാത്രം കഴുകുന്നു, അല്ലെങ്കിൽ എന്താണ് ഇപ്പോൾ മറ്റെന്തെങ്കിലും ജോലി ചെയ്യുന്നതിൻ്റെ ഇടയിലായിരിക്കാം ഈ ദിക്റുകൾ കാണുന്നത്, കേൾക്കുന്നത്. എന്നാലും കുഴപ്പമില്ല. അതൊക്കെ നമുക്ക് ചെയ്തുകൊണ്ട് തന്നെ ഈ ദിക്റ് മനസ്സിൽ നല്ല ആത്മാർത്ഥത ഉണ്ടാവണം എന്ന് മാത്രം. അതുപോലെ തന്നെ പ്രത്യേകം പല ആൾക്കാരും ചോദിച്ചു, ഉസ്താദ് ഇത് ഞങ്ങളിപ്പോൾ മഗ്‌രിബ് കഴിഞ്ഞാണ് നമ്മൾ ഈ മജ്‌ലിസ് ഉള്ളത്, പിന്നെ മഗ്‌രിബ് കഴിഞ്ഞ് പിന്നെ ഇശാ ബാങ്ക് വിളിച്ചു, പിന്നെ ഇശാ നിസ്കാരം, പിന്നെ തറാവീഹ് നിസ്കാരം, വിത്ർ നിസ്കാരം, ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ കിടക്കുമ്പോൾ ഒരു 10 മണി 11 മണിയാവും. അപ്പോൾ ഈ ദിക്റിൻ്റെ മജ്‌ലിസും കൂടെ കഴിഞ്ഞിട്ട് കിടക്കുമ്പോൾ താമസിക്കില്ല. അപ്പോൾ ഞങ്ങളിത് പിറ്റേന്ന് പകൽ നാളെ പകൽ കണ്ടാൽ മതിയോ? മതി, കുഴപ്പമില്ല. ഇന്ന് രാത്രി തന്നെ ചൊല്ലണമെന്നില്ല. ഇന്ന് രാത്രി ചൊല്ലാൻ പറ്റുന്നവർക്ക് ചൊല്ലാം. നാളെ പകലും അല്ലെങ്കിൽ മറ്റന്നാൾ പകലും എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്കിത് ചൊല്ലാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് ഇനി പറയാനുള്ളത് വിശുദ്ധമായ റമദാൻ. ആ റമദാനിൽ എന്നല്ല, എല്ലാ ദിവസവും 365 ദിവസവും നമ്മൾ പറയേണ്ടതും പറഞ്ഞാൽ ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് കിട്ടുന്നതുമായ ഒരു പുണ്യമായ ദിക്ർ. അതായത് വിശുദ്ധമായ ഖുർആൻ കഴിഞ്ഞാൽ പിന്നെ ശ്രേഷ്ഠമായ 4 വചനങ്ങളാണ്. ഏതാണ്? സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പോൾ ആ 4 വചനങ്ങൾ നമുക്ക് ഒന്നിച്ച് പറയാം. പറഞ്ഞോ. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. 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 സുബ്ഹാനല്ലാഹി
സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ 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 സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. അൽഹംദുലില്ലാഹ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വിശുദ്ധമായ റമളാനിൻ്റെ ഈ രണ്ടാമത്തെ പത്തിൽ, ഈ സുന്ദരമായ ദിനത്തിൽ നമ്മൾ ഈ ചൊല്ലിയ, നമ്മൾ പറഞ്ഞ, നമ്മൾ അള്ളാഹുവിലേക്ക് തേടിയ ഈ ദുആയും ദിക്റും സ്വലാത്തും തസ്ബീഹും എല്ലാം അള്ളാഹു താല പരിപൂർണമായി ഖബൂൽ ചെയ്യുമാറാവട്ടെ. ചൊല്ലിയ സമയത്ത് പല ചിന്തയിൽ ചൊല്ലിയവരുണ്ട്, അല്ലേ? ചിലപ്പോൾ ശ്രദ്ധ തെറ്റിപ്പോയവരുണ്ട്, ആത്മാർത്ഥത നമുക്ക് കുറഞ്ഞുപോയ സമയങ്ങളുണ്ട്. എല്ലാം അള്ളാഹു താല മാപ്പ് തന്ന് നമ്മുടെ ഈ ഒരു മജ്ലിസിനെ സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് സൂറത്തുൽ ഫാത്തിഹ, ഇഖ്ലാസ്, സൂറത്തുൽ ഫലക്ക്, നാസ് അതൊക്കെ ഓതി നേരെ ദുആയിലേക്ക് കിടക്കാം. അല്ലാഹു തആല നമ്മുടെ മജ്ലിസിനെ പരിപൂർണമായി ഖബൂൽ ചെയ്യുമാറാവട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് നമുക്ക് ഫാത്തിഹ ഓതാം. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم أنزله المقعد المقرب عندك يوم القيامة. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. لا إله إلا أنت سبحانك إني كنت من الظالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. رب ارحمهما كما ربياني صغيرا. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. അർഹമുറാഹിമീനായ രാജാതിരാജനായ റഹ്മാനെ, പടച്ച റബ്ബേ, കരുണയുള്ള അല്ലാ, ഞങ്ങളുടെ ഒരുമിച്ച് കൂടൽ സ്വീകരിക്കണേ അല്ലാ, കബൂലാക്കണേ അല്ലാ. അല്ലാഹു ഞങ്ങളുടെ ദുആഇനെയും ഞങ്ങളുടെ ദിക്റുകളെ, ഞങ്ങളുടെ തസ്ബീഹുകളെ, ഞങ്ങളുടെ സ്വലവാത്തുകളെ നീ കബൂൽ ചെയ്യണേ അല്ലാ. പരിശുദ്ധമായ റമളാനിന്റെ രണ്ടാമത്തെ പത്തിലേക്ക് ഞങ്ങളിതാ കടന്ന് ആ രണ്ടാമത്തെ പത്തിന്റെ സുന്ദരമായ പവിത്രമായ ഒരു ദിനത്തിലാണ്, ഒരു രാവിലാണ് ഞങ്ങളുള്ളത്. ഞങ്ങളുടെ ഒരുമിച്ച് കൂടലും ഞങ്ങളുടെ ദുആയും എല്ലാം നീ കബൂലാക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ, തട്ടിക്കളയല്ലേ റഹ്മാനെ. അല്ലാഹുവേ, പരിശുദ്ധമായ റമളാനിന്റെ നോമ്പുകൾ ഞങ്ങൾ പിടിക്കുകയാണ്, സ്വീകരിക്കണേ അല്ലാ. ഞങ്ങൾ ഖുർആൻ ഓതുന്നുണ്ട്, കബൂലാക്കണേ അല്ലാ. ഞങ്ങൾ തറാവീഹ് നിസ്കരിക്കുന്നുണ്ട്, ഫർദ് നിസ്കരിക്കുന്നുണ്ട്. അല്ലാഹുവേ, അതിന്റെ പോരായ്മകൾ പരിഹരിച്ച് കബൂലാക്കണേ അല്ലാ, തട്ടിക്കളയല്ലേ റഹ്മാനെ. അല്ലാഹുവേ, പടച്ചവനെ, ജീവിതത്തിൽ ഞങ്ങൾ ഓരോരുത്തരും അറിഞ്ഞും അറിയാതെയും ചെറുതും വലുതുമായി ഒരുപാട് തെറ്റുകൾ ചെയ്തവരാണ്. എല്ലാ തെറ്റുകളും
തെറ്റുകളും അബദ്ധങ്ങളും നീ വിട്ടുപുറത്തു മാപ്പാക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഇനി ഞങ്ങൾ തെറ്റ് ചെയ്യില്ല അല്ലാ. ഇത് ഞങ്ങളുടെ തൗബയാണ്, ഇത് ഞങ്ങളുടെ ഇസ്തിഗ്ഫാറാണ്. സ്വീകരിക്കണേ റഹ്മാനെ. ഇനിയുള്ള ജീവിതകാലത്ത് തെറ്റുകളില്ലാതെ പാപങ്ങളില്ലാതെ നല്ല ജീവിതം നയിക്കാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ തൗഫീഖ് തരണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയ ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട്. എല്ലാവർക്കും നീ മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാ, മർഹമത്ത് കൊടുക്കണേ അല്ലാ. ഞങ്ങളെ ഞങ്ങളാക്കി മാറ്റി ഞങ്ങളുടെ ഉമ്മ, ഞങ്ങളുടെ വാപ്പ, അതുപോലെ ഞങ്ങളുടെ ഉസ്താദുമാര്, ഞങ്ങളുടെ ഭാര്യമാര്, ഞങ്ങളുടെ ഭർത്താക്കന്മാര്, ഞങ്ങളുടെ കൂട്ടുകാര്, ഞങ്ങളുടെ വേണ്ടപ്പെട്ടവര്, ഞങ്ങളുടെ കുടുംബാദികൾ, ഞങ്ങളുടെ മക്കൾ, ഞങ്ങളുടെ പേരക്കുട്ടികൾ, ഞങ്ങളുടെ മരുമക്കൾ, അല്ലാഹുവേ സഹോദരി സഹോദരന്മാർ, ആരെല്ലാം മരണപ്പെട്ട് ഖബറാകുന്ന ലോകത്ത് കഴിയുന്നു എല്ലാവർക്കും നീ മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാ, മർഹമത്ത് കൊടുക്കണേ അല്ലാ. ഈ റമളാനിന്റെ പ്രകാശം കൊണ്ട് അവരുടെ ഖബർ നീ പ്രകാശിപ്പിക്കണേ അല്ലാ. ഖുർആനിന്റെ ഹക്ക് കൊണ്ട് അവരുടെ ഖബർ നീ പ്രകാശിപ്പിക്കണേ അല്ലാ. അല്ലാഹുവേ റബ്ബേ, ഞങ്ങളൊക്കെ മരിക്കാനുള്ളവരാണ്. ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങളൊക്കെ നിന്റെ റഹ്മത്തിലേക്ക് യാത്രയാവാനുള്ളവരാണ്. അതിനു മുമ്പ് ആഫിയത്തുള്ള, ആരോഗ്യമുള്ള ദീർഘായുസ് തരണേ അല്ലാ. ആ ദീർഘായുസാകുന്ന, ആഫിയത്താകുന്ന അല്ലാഹുവേ, ആ ജീവിതത്തിൽ നിനക്ക് പൊരുത്തപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനുള്ള തൗഫീഖ് തരണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, മരിച്ച് ഖബറിലേക്ക് ചെല്ലുമ്പോൾ ഞങ്ങളുടെ ഖബർ നീ വിശാലമാക്കണേ അല്ലാ. ഖബറിന്റെ ഞെരുക്കമുണ്ടെന്ന് മുത്ത് റസൂല് പറഞ്ഞിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതറിയാത്തവരായിരിക്കും മുഅ്മിനീങ്ങളെന്നാണ്. റബ്ബേ, ഞങ്ങളെ ആ കൂട്ടത്തിൽ പെടുത്തണേ അല്ലാ. ഖബറിന്റെ അദാബിനെ തൊട്ട് കാക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഈ ആമീൻ പറയുന്ന ഉമ്മമാര്, ഉപ്പമാര് സാധുക്കളാണ്. അവരൊക്കെ ഒരുപാട് വിഷമങ്ങൾ അനുഭവിച്ചവരാണ്. റബ്ബേ, എല്ലാവർക്കും നീ ഖൈറും ബറക്കത്തും കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളുടെ മുഅ്മിനീങ്ങൾ അവരൊക്കെ പറയുന്ന ആമീൻ നീ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഒരുപാട് ബീവിമാര്, ഉസ്താദുമാര്, സയ്യിദന്മാര്, പാവപ്പെട്ട ഒരുപാട് മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, ഉമ്മമാര്, ഉപ്പമാര് പങ്കെടുക്കുന്ന മജ്ലിസാണ്. നീ ഖബൂലാക്കണേ അല്ലാ. അർഹമായ പ്രതിഫലം തരണേ അല്ലാ. അല്ലാഹുവേ, വിശുദ്ധമായ റമളാൻ ഞങ്ങൾക്ക് അനുകൂലമായ സാക്ഷിയാക്കണേ അല്ലാ. അല്ലാഹുവേ, റഹ്മത്തിന്റെ 10 ഞങ്ങളോട് വിട പറഞ്ഞു പോയി. നിന്റെ റഹ്മത്ത്, നിന്റെ കാരുണ്യം കിട്ടിയവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെല്ലാവരും ഉള്ളത് മഗ്ഫിറത്തിന്റെ 10ലാണ്. നിന്റെ മഗ്ഫിറത്ത് ഞങ്ങൾക്ക് തരണേ അല്ലാ. പാപമോചനം തരണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളുടെ മക്കളെ നീ അനുഗ്രഹിക്കണേ അല്ലാ. മക്കളില്ലാതെ വിഷമിക്കുന്നവർക്ക് ഖൈറായ മക്കളെ കൊടുക്കണേ അല്ലാ. വിവാഹപ്രായമെത്തിയിട്ട് വിവാഹം ശരിയാവാതെ വിഷമിക്കുന്ന ഒരുപാട് ദമ്പതിമാരുണ്ട്. ഖൈറായ മക്കൾ അവർക്കും ഞങ്ങൾക്കും തരണേ അല്ലാ. അല്ലാഹുവേ പടച്ചവരെ, ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ, സ്വാലിഹാത്തുകളാക്കണേ അല്ലാ. അവരുടെ പരീക്ഷകളൊക്കെ നടക്കുന്നു, റിസൾട്ട് പലരും കാത്തിരിക്കുന്നു. ഉന്നതമായ വിജയം കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. കെട്ട കാലമാണ്, മോശപ്പെട്ട കാലമാണ്. സംവിധാനങ്ങൾ ഒരുപാട് മോശമാണ് റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും വഴിതെറ്റി പോകുന്നതിനെ തൊട്ട് കാക്കണേ അല്ലാ. ഇന്ന് മയക്കുമരുന്നിന്റെ, കഞ്ചാവിന്റെ, മദ്യത്തിന്റെ, അതുപോലെ തന്നെ അശ്ലീല പ്രവർത്തനങ്ങളുടെ കാലമാണ്. ഞങ്ങളുടെ മക്കളെ നീ കാക്കണേ അല്ലാ. അല്ലാഹുവേ, മക്കള് ജയിലിലാണ്, അല്ലെങ്കിൽ കഞ്ചാവ് ഉപയോഗിക്കുന്നവരാണെന്നോ വാർത്ത കേട്ട് തകർന്നു പോകുന്ന എത്രയോ മാതാപിതാക്കളുണ്ട്. അവർക്ക് നീ ക്ഷമ കൊടുക്കണേ അല്ലാ. അവരുടെ മക്കളെയും ഞങ്ങളുടെ മക്കളെയും നീ കാക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളുടെ മക്കളെ നീ സ്വലാഹിയ്യത്തിലാക്കണേ അല്ലാ. ആൺകുട്ടികളെ കാക്കണേ അല്ലാ, പെൺകുട്ടികളെ കാക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളുടെ കുടുംബ ജീവിതത്തിൽ നീ ബറക്കത്ത് തരണയല്ല, സ്വസ്ഥത തരണയല്ല, സമാധാനം തരണയല്ല. ഞങ്ങളുടെ ഭർത്താക്കന്മാരുടെ സ്വഭാവങ്ങൾ നന്നാക്കണയല്ല, ഞങ്ങളുടെ ഭാര്യമാരുടെ സ്വഭാവങ്ങൾ നന്നാക്കണയല്ല, ഞങ്ങളുടെ മക്കളുടെ സ്വഭാവം നീ ഖൈറിലാക്കണയല്ല. അല്ലാഹു, ഞങ്ങളുടെ കച്ചവടം ബിസിനസ് എല്ലാത്തിലും നീ അഭിവൃദ്ധി തരണയല്ല. ഞങ്ങളുടെ ഭർത്താക്കന്മാരുടെ കച്ചവടം ബിസിനസ് നീ ലാഭകരമാക്കണയല്ല. അല്ലാഹുവേ, ഹലാലായ സമ്പത്ത് തരണയല്ല, ഹറാമായ സമ്പത്തിനെ തൊട്ട് കാക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് മുഅ്മിനീങ്ങൾ റബ്ബേ, ഓരോ ദിവസവും വീഡിയോകൾക്ക് താഴെ, ഞങ്ങളുടെ വീഡിയോകൾക്ക്, ഞങ്ങളുടെ ദുആഇന്റെ മജ്ലിസുകൾക്ക് താഴെ ഒരുപാട് മുഅ്മിനീങ്ങൾ ദുആരക്കാൻ പറയാറുണ്ട്. അവരുടെ പേര് വിവരങ്ങൾ ഞങ്ങൾക്ക് കൂടുതൽ അറിയില്ല, അവരേത് നാട്ടുകാരാണെന്നറിയില്ല, എല്ലാം നീ അറിയുന്നവനാണ് അല്ലാ. അല്ലാഹുവേ, നീ സാക്ഷിയാണ്. ആരെല്ലാം ഞങ്ങളുടെ വീഡിയോകൾക്ക് താഴെ ദുആ വസിയത്ത് പറയുന്നു, ഒരുപാട് പേർക്ക് കമന്റ് എഴുതാൻ അറിയില്ല. ഉസ്താദെ, നിങ്ങൾ ദുആരക്കണമെന്ന്
നേരിട്ട് കണ്ടു പറഞ്ഞവരുണ്ട്. റഹ്മാനെ അല്ലാഹുവേ, ആരെല്ലാം എന്തെല്ലാം ദുആ വസിയത്ത് നേരിട്ട് കണ്ടു പറയുന്നു, കമന്റിലൂടെ എഴുതി പറയുന്നു, എല്ലാവരുടെയും ഹലാലായ മുറാദ് നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാഹുവേ. ഈ ദിക്റിന്റെ മജ്ലിസിൽ ദുആ ചെയ്യാൻ പറഞ്ഞാൽ ഉത്തരം കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് ആ പാവപ്പെട്ട മുഅ്മിനീങ്ങൾ ദുആരക്കാൻ പറയുന്നത്. നീ ഉത്തരം തരണേ അല്ലാ, ഞങ്ങളുടെ ദുആഇനെ നീ സ്വീകരിക്കണേ അല്ലാ. ആരെല്ലാം എന്തെല്ലാം മനസ്സിൽ ഹലാലായ മുറാദ് കരുതുന്നുണ്ടോ ഹാസിലാക്കി കൊടുക്കണേ അല്ലാ. വിഷമങ്ങളും സങ്കടങ്ങളും ദുഃഖങ്ങളും പ്രയാസങ്ങളും ഉള്ളവരുണ്ട്. അല്ലാഹുവേ, ഈ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട്, റമളാനിന്റെ ഹക്ക് കൊണ്ട് എല്ലാവരുടെയും പ്രയാസങ്ങളും പ്രശ്നങ്ങളും മാറ്റി കൊടുക്കണേ അല്ലാ. കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ് അല്ലാഹുവേ, കടം കൊണ്ട് പൊറുതിമുട്ടുന്നവരാണ്. ലോൺ എടുത്തിട്ട് അത് തിരിച്ചടക്കാനാവാതെ ഒരുപാട് പേര് കഷ്ടപ്പെടുന്നു അല്ലാഹുവേ. ആ ഹറാമിനെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാ. അതിൽ പെട്ടുപോയ ആളുകളുണ്ടെങ്കിൽ അവർക്ക് നീ സലാമത്ത് കൊടുക്കണേ അല്ലാ. കടം കൊടുത്ത പൈസ തിരിച്ചു കിട്ടാതെ വിഷമിക്കുന്നവരുണ്ട്, അവർക്ക് നീ ഖൈർ കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, പടച്ച റബ്ബേ, അതുപോലെ തന്നെ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്. എത്രയോ ഹോസ്പിറ്റലുകൾ കയറി ഇറങ്ങിയിട്ടും രോഗങ്ങൾ മാറാത്ത, പേരില്ലാത്ത മരുന്നില്ലാത്ത രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് മുഅ്മിനീങ്ങൾ, എല്ലാവരുടെയും രോഗങ്ങൾക്ക് നീ ശിഫാ കൊടുക്കണേ അല്ലാ. മാരകമായ അസുഖങ്ങൾ തന്ന് ഞങ്ങളെ പരീക്ഷിക്കല്ലേ അല്ലാ. ഞങ്ങളുടെ ഈമാനിനെ നീ കവർന്നെടുക്കല്ലേ റഹ്മാനെ. ഞങ്ങളുടെ മക്കളുടെ രോഗം, ഞങ്ങളുടെ ഉമ്മയുടെ, ഞങ്ങളുടെ വാപ്പയുടെ, ഞങ്ങളുടെ ഭർത്താവിൻ്റെ, ഞങ്ങളുടെ ഭാര്യമാരുടെ, ഞങ്ങളുടെ സഹോദരിമാരുടെ, സഹോദരങ്ങളുടെ, കൂട്ടുകാരുടെ, നാട്ടുകാരുടെ എല്ലാവരുടെയും രോഗങ്ങൾക്ക് നീ ശിഫാ തരണേ അല്ലാ. ഞങ്ങൾ കഴിക്കുന്ന മരുന്നുകളിൽ നീ ശിഫാ തരണേ അല്ലാ. അല്ലാഹുവേ, ഒരുപാട് ആളുകൾ ക്യാൻസർ രോഗത്തിന് അടിമയാണ്. അതുപോലെ ബ്രെയിൻ ട്യൂമർ വന്നു, സ്ട്രോക്ക് വന്നു, അറ്റാക്ക് വന്നു, മറ്റ് ഷുഗർ, കൊളസ്ട്രോൾ, പ്രഷർ, അതുപോലെ യൂറിക് ആസിഡ്, തൈറോയിഡ്, അതുപോലെ വെരിക്കോസ്, ഇങ്ങനെ ഒരുപാട് അസുഖങ്ങൾ. അതുപോലെ തന്നെ ന്യൂറോ പ്രശ്നങ്ങൾ, നരമ്പിന്റെ രോഗങ്ങൾ, വൈറസ് സംബന്ധമായ അസുഖങ്ങൾ. റഹ്മാനെ, ഞങ്ങൾക്ക് അറിയുന്നതും അറിയാത്തതുമായ നിരവധി അസുഖങ്ങൾ പലർക്കുമുണ്ട്. അല്ലാഹുവേ, ശാരീരികമായ മാനസികമായ എല്ലാ രോഗങ്ങളും നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാഹുവേ. പടച്ചവൻ, ഞങ്ങളുടെ മക്കൾ പരീക്ഷ എഴുതുകയാണ്, ഉന്നതമായ വിജയം കൊടുക്കണേ അല്ലാ. അവരെ നീ ദുനിയാവിലോ ആഖിറത്തിലോ പരാജയപ്പെടുത്തല്ലേ റഹ്മാനെ. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങളുടെ മക്കളെ നീ സ്വലാഹിയത്തിലാക്കണേ അല്ലാ. അവരെഴുതുന്ന പരീക്ഷകൾ ഉന്നതമായ വിജയം കൊടുക്കണേ അല്ലാ, നല്ല ഭാവി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, സ്വന്തമായി വീടില്ല, വീടുണ്ടാവാൻ ദ്വാരക്കാൻ പറഞ്ഞവരുണ്ട്, ഖൈറായ വീട് കൊടുക്കണേ അല്ലാ. വിദേശത്ത് പോവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഖൈറായ എളുപ്പവഴി തുറന്നു കൊടുക്കണേ അല്ലാ. അതുപോലെ തന്നെ വിദേശത്തുള്ള പ്രവാസികളായ ഒരുപാട് ഉമ്മമാര്, ഉപ്പമാര് ഞങ്ങളുടെ വീഡിയോകൾ, ഞങ്ങളുടെ ക്ലാസുകൾ കാണുന്നവരാണ്. അവർക്കും ഖൈർ കൊടുക്കണേ അല്ലാ. ലക്ഷദ്വീപുകാരായ ഒരുപാട് പേരുണ്ട്, ദ്വാരക്കാൻ പറഞ്ഞു, അവർക്ക് ഖൈർ കൊടുക്കണേ അല്ലാ. കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും ഒരുപാട് ഉമ്മമാർ, ഉപ്പമാർ ഞങ്ങളുടെ ക്ലാസുകൾ കാണുന്നവരാണ്. തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നെല്ലാം ഒരുപാട് പേര് ക്ലാസ്സിൽ പങ്കെടുക്കുന്നവരാണ്. റബ്ബേ, ഞങ്ങൾ ചോദിക്കുകയാണ്, എന്തെല്ലാം ഞങ്ങളുടെ മനസ്സിൽ ഹലാലായ മുറാദുണ്ടോ ഹാസിലാക്കി തരണേ അല്ലാ. വിഷമങ്ങളുണ്ടോ മാറ്റിത്തരണേ അല്ലാ. അല്ലാഹുവേ, വിശുദ്ധമായ റമളാൻ, ആ റമളാനിന്റെ രണ്ടാമത്തെ പത്തിലാണ് മഗ്ഫിറത്ത് തരണേ അല്ലാ. അല്ലാഹുവേ, നരകമോചനം തരണേ അല്ലാ, സ്വർഗ്ഗപ്രവേശനം തരണേ അല്ലാ. ഈ വിശുദ്ധമായ റമളാനിൽ ഞങ്ങൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ കബൂലാക്കണേ അല്ലാ. ഈ റമളാനിൽ നോമ്പ് പിടിക്കാൻ പറ്റാതെ രോഗങ്ങളായി മറ്റ് പ്രയാസങ്ങളായി കഴിയുന്ന ഒരുപാട് ഉമ്മമാരുണ്ട്, ഉപ്പമാരുണ്ട്. അല്ലാഹുവേ, അവർക്കും നീ പ്രതിഫലങ്ങൾ കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ഉസ്താദേ, ഞങ്ങൾക്ക് നിന്ന് നിസ്കരിക്കാൻ പറ്റുന്നില്ല, അങ്ങനെ പരിഭവം പറഞ്ഞവരുണ്ട്. ഞങ്ങൾക്ക് നോമ്പ് പിടിക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞവരുണ്ട്. ഖുർആൻ ഓതാൻ കണ്ണ് കാണുന്നില്ലെന്ന് പറഞ്ഞവരുണ്ട്. അല്ലാഹുവേ, എല്ലാവർക്കും നീ ഖൈർ കൊടുക്കണേ അല്ലാ, ബറക്കത്ത് കൊടുക്കണേ അല്ലാ. റമളാൻ അവർക്കും ഞങ്ങൾക്കും നീ അനുകൂലമായ സാക്ഷിയാക്കണേ അല്ലാ. അല്ലാഹുവേ, അപകട മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ, ആക്സിഡന്റുകളെ തൊട്ട് കാക്കണേ അല്ലാ. ഞങ്ങളൊക്കെ വാഹനത്തിൽ സഞ്ചരിക്കുന്നവരാണ്. അല്ലാഹുവേ, പടച്ചവനെ, ആക്സിഡന്റ് പറ്റി മണിക്കൂറുകളോളം റോഡിൽ കിടക്കുന്ന ഒരു അവസ്ഥയൊന്നും വരുത്തല്ലേ അല്ലാ. ഞങ്ങൾ മരിച്ചു കഴിഞ്ഞ് ഞങ്ങളുടെ ശരീരം പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന അവസ്ഥ വരുത്തല്ലേ അല്ലാ. അല്ലാഹുവേ, ഹോസ്പിറ്റൽ കഴിയുന്ന എത്രയോ മുഅ്മിനീങ്ങളുണ്ട്, എല്ലാവരുടെയും രോഗങ്ങൾ നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, മരിക്കുന്ന സമയത്ത് റഹ്മാനെ, ഈമാനോടുകൂടി മരിക്കാനുള്ള തൗഫീക്ക് തരണേ അല്ലാ. ലോക മുസൽമാന് നീ ഇസ്സത്ത് കൊടുക്കണേ അല്ലാ, അഭിമാനം കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ ശത്രുക്കൾക്ക് ഹിദായത്ത് കൊടുക്കണേ അല്ലാ. ഹിദായത്ത് ഉദ്ദേശിച്ചിട്ടില്ല എങ്കിൽ അവരുടെ ശക്തിയെ നീ ക്ഷയിപ്പിച്ച് കളയണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങൾക്ക് ഹജ്ജും ഉംറയും ചെയ്യാൻ തൗഫീക്ക് നസീബാക്കണേ അല്ലാ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم اللهم اجعل هذا الشهر العظيم رمضان شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين بفضل صلى الله على محمد
സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. അൽഹംദുലില്ലാഹ്. റബ്ബ് നമ്മുടെ സദസ്സിനെ സ്വീകരിക്കട്ടെ, ദുആഇനെ കബൂലാക്കട്ടെ. ഒരുപാട് പേര് വീണ്ടും ഒക്കെ ദുആ ചെയ്യാൻ പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നാളത്തെ മജ്ലിസിൽ എല്ലാവർക്കും വേണ്ടി നമ്മൾ ദ്വാരക്കും. നാളെ നമ്മുടെ മജ്ലിസ് ഉണ്ടാകും, എല്ലാവരും പങ്കെടുക്കുക. നമ്മുടെ ഈ ഒരു ദിക്റിൻ്റെ മജ്ലിസ് നിങ്ങൾ മറ്റുള്ളവർക്കും എത്തിച്ചു കൊടുക്കുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ കബൂൽ ചെയ്യട്ടെ. നമ്മുടെ ഈ ഒരുമിച്ച് കൂടലും നമ്മുടെ റമദാനിൽ ചെയ്യുന്ന സൽക്കർമ്മങ്ങളും എല്ലാം അല്ലാഹു തആല സ്വീകരിക്കട്ടെ. ആമീൻ. ദുആ വസിയത്തോടു കൂടി നമ്മൾ നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.